പട്ടിണി കിടക്കാതെ 3 മാസം കൊണ്ട് 18 കിലോ കുറയ്ക്കാം. കഠിനമായ പട്ടിണിയും അമിതമായ വ്യായാമവും വഴി മാത്രമേ ശരീരഭാരം കുറയ്ക്കാൻ കഴിയൂ എന്ന പൊതുധാരണയെ തിരുത്തിക്കുറിക്കുകയാണ് ഫിറ്റ്നസ് പരിശീലകയും പോഷകാഹാര വിദഗ്ധയുമായ റീത് കൗർ. വെറും 12 ആഴ്ചയ്ക്കുള്ളിൽ 18 കിലോ ഭാരം കുറച്ച തന്റെ ശ്രദ്ധേയമായ മാറ്റത്തിന് പിന്നിലെ രഹസ്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അവർ പങ്കുവച്ചത്. ശരീരത്തെ തളർത്തുന്ന കുറുക്കുവഴികൾക്ക് പകരം ജീവിതശൈലിയിൽ വരുത്തിയ ശാസ്ത്രീയവും പ്രായോഗികവുമായ മാറ്റങ്ങളാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് റീത്ത് വ്യക്തമാക്കുന്നു. പ്രതിമാസം 10ഉം 20ഉം കിലോ കുറയ്ക്കുക എന്ന യാഥാർത്ഥ്യബോധമില്ലാത്ത ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകാതെ ആഴ്ചയിൽ 1 കിലോയിൽ താഴെ എന്ന നിലയിൽ സാവധാനം ഭാരം കുറയ്ക്കുന്നതാണ് ആരോഗ്യകരമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ഭക്ഷണക്രമത്തിൽ വരുത്തിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് റീത്തിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകം. ഭക്ഷണം പാടെ ഒഴിവാക്കുന്നതിന് പകരം പ്രോട്ടീൻ, നാരുകൾ, കൂടുതൽ വെള്ളമടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കാനാണ് അവർ നിർദ്ദേശിക്കുന്നത്. വീട്ടിൽ പാകം ചെയ്യുന്ന സാധാരണ ഭക്ഷണത്തെ പച്ചക്കറികളും ലീൻ പ്രോട്ടീനുകളും ചേർത്ത് സന്തുലിതമാക്കുന്നതിലൂടെ അമിതമായ വിശപ്പും ജങ്ക് ഫുഡിനോടുള്ള ആസക്തിയും ഒഴിവാക്കാൻ സാധിച്ചു. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിന് പകരം അവയുടെ ആരോഗ്യകരമായ പതിപ്പുകൾ പരീക്ഷിക്കാനും ശീതളപാനീയങ്ങളും കലോറി കൂടിയ ഷേക്കുകൾ ഒഴിവാക്കാനും റീത്ത് ഉപദേശിക്കുന്നു. കലോറി കുറഞ്ഞതും എന്നാൽ അളവ് കൂടുതലുള്ളതുമായ ഭക്ഷണം കഴിക്കുന്ന രീതി പട്ടിണി അനുഭവപ്പെടാതെ തന്നെ ലക്ഷ്യം നേടാൻ അവരെ സഹായിച്ചു. വ്യായാമത്തിന്റെ കാര്യത്തിലും സന്തുലിതമായ സമീപനമാണ് റീത്ത് സ്വീകരിച്ചത്. മണിക്കൂറുകളോളം നീളുന്ന കഠിനമായ കാർഡിയോ വ്യായാമങ്ങൾക്ക് പകരം ദിവസവും 8000 മുതൽ 10000 വരെ ചുവടുകൾ നടക്കുന്നത് വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് അവർ പറയുന്നു. ഇതിനോടൊപ്പം ആഴ്ചയിൽ 4-5 തവണ നടത്തുന്ന സ്ട്രെങ്ത് ട്രെയിനിങ് ശരീരത്തെ സുന്ദരമാക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിച്ചു. വ്യായാമത്തിനൊപ്പം തന്നെ കൃത്യമായ ഉറക്കത്തിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകി. നല്ല വിശ്രമം ലഭിക്കുന്നത് രാത്രികാലങ്ങളിലെ അമിതമായ ഭക്ഷണത്തോടുള്ള ആസക്തി കുറയ്ക്കാൻ സഹായിക്കുമെന്നും സ്ഥിരതയാർന്ന പരിശ്രമത്തിലൂടെ ആർക്കും ഈ മാറ്റം സാധ്യമാണെന്നും റീത് കൗർ തന്റെ അനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു.